ഹലോ ഗൈസ്, ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +2 കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. ആ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ എന്നുള്ള ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, ട്യൂട്ടേഴ്സിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന പോകുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. കെമിക്കൽ കൈനറ്റിക്സ് അല്ലേ? എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? ബേസിക്കലി ആദ്യമായി എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വെച്ചാൽ, കെമിക്കൽ കൈനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ആൻഡ് ദ മെക്കാനിസം ഓഫ് എ റിയാക്ഷൻ അല്ലേ? അപ്പം ഒരു റിയാക്ഷൻ അല്ലേ, ഒരു റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റുകൾ ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ് അല്ലേ? അതിനൊരു റേറ്റ് ഉണ്ട്, ഒരു സ്പീഡിലാണ്. എല്ലാ റിയാക്റ്റൻറ്റും ഒരുപോലെ ഈക്വലായിട്ട് സ്പീഡിൽ വന്ന് ജോയിൻ ചെയ്യണമെന്നില്ല. ചില റിയാക്റ്റൻറ്റുകൾ പതുക്കെ ആയിരിക്കും റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുക, ചിലർ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ള പലതരത്തിലുള്ള റേറ്റ് ഓഫ് റിയാക്ഷൻ റേറ്റിനെ പറ്റി, ഇനി ആ റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ റേറ്റിനെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ പറ്റി, അതിനകത്ത് ഉള്ള ആ മെക്കാനിസം, എങ്ങനെയാണ് റിയാക്ഷൻ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു കെമിക്കൽ കൈനറ്റിക്സ് അല്ലേ? അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ടെമ്പറേച്ചർ റിയാക്ഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മോസ്റ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ ആക്സിലറേറ്റഡ് ബൈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സാധാരണഗതിയിൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം ടെമ്പറേച്ചർ കൂടിയാൽ ഇല്ലേ, കൈനറ്റിക് എനർജി കൂടും, റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. വളരെ വേഗം റിയാക്ഷൻ നടക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും റിയാക്ഷൻസിന് അല്ലേ? അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ ആക്സിലറേറ്റഡ് ബൈ ഇൻക്രീസ് ഇൻ temperature. It has been found that for a chemical reaction, when the temperature is increased by 10 degree, the rate of reaction and the rate constant is nearly doubled. അപ്പോൾ നമ്മൾ പറയുകയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നു ടെമ്പറേച്ചർ കൂടുമ്പോഴെന്നൊക്കെ. അതൊരു വേഗമായിട്ടുള്ളൊരു കണക്കാണല്ലേ? അതിന് കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തി അതിനകത്തൊരു തിയറി നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുകയാണ്. ആ തിയറി എന്താ പറയുന്നത്? തിയറി പറയുന്നത്, ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് for a chemical reaction when the temperature is increased by 10 degrees Celsius. അതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ സാധാരണ ഒരു ടെമ്പറേച്ചർ നടക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു 10 ഡിഗ്രി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് ആ 10 ഡിഗ്രി കൂടിയ എൻവയോൺമെൻറ്റിൽ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഡബിൾ ആവുമെന്നാണ് പറയുന്നത് റിയാക്ഷൻ്റെ റേറ്റ്. റിയാക്ഷൻ ഇരട്ടി സ്പീഡിൽ നടക്കുമെന്നാണ് പറയുന്നത് അല്ലേ? 10 ഡിഗ്രി കൂട്ടിയപ്പോഴത്തേക്ക് റിയാക്ഷൻ ഇരട്ടി സ്പീഡിൽ നടക്കുന്നു അല്ലേ? 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് ആണ്, നമുക്ക് ഡിഗ്രിയോ കെൽവിനോ ആകാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ദ റേഷ്യോ ഓഫ് ദി റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് 2 ടെമ്പറേച്ചേഴ്സ് ഡിഫറിങ് ബൈ 10 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു വന്ന കാര്യമാണ് അല്ലേ? ഈ റേറ്റ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഒരു സാധാരണ ഒരു ടെമ്പറേച്ചർ റിയാക്ഷൻ നടത്തുന്നു, അതിനുശേഷം 10 ഡിഗ്രി കൂട്ടി 10 ഡിഗ്രി ഉയർന്ന ടെമ്പറേച്ചറിൽ അതേ റിയാക്ഷൻ നടത്തുമ്പോൾ രണ്ട് റിയാക്ഷൻ്റെയും റേറ്റ് കോൺസ്റ്റൻറ്റുകൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ, അതാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് T+10 ഡിഗ്രി. അതായത് 10 ഡിഗ്രി കൂടുതലുള്ള റേഷ്യോ 10 ഡിഗ്രിക്ക് താഴെ നോർമൽ ടെമ്പറേച്ചറുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ്, ആ നോർമൽ ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറാണോ കൺസിഡർ ചെയ്തത് അതിൽ നിന്ന് 10 ഡിഗ്രി കൂടുതലുള്ള ടെമ്പറേച്ചർ, ആ 10 ഡിഗ്രി കൂടുതലുള്ള ടെമ്പറേച്ചർ റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ രണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റുകളുണ്ട് ഇവിടെ അല്ലേ? ആ രണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോയെ പറയുന്ന പേരെന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ രണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ അല്ലേ, അതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് K ഈക്വൽ ടു Ae−EA/RT എന്നാണ് പറയുന്നത്. Ae⁻⁴ ഒരു റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് റേറ്റിൻ്റെ റേഷ്യോ ആണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കൊരു റേറ്റ് കോൺസ്റ്റൻറ്റ്, ഒരു റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ദ ടേംസ് അരീനിയസ് ഫാക്ടർ Ae−EA/RT അല്ലെങ്കിൽ K ഈക്വൽ ടു Ae−EA/RT. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. K ഈക്വൽ ടു Ae−EA/RT. എന്താണ് ഈ A എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് കോൾഡ് ദ അരീനിയസ് പാരാമീറ്റർ
or the frequency factor or the pre-exponential factor. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് അരീനിയസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ഒരു ഇക്വേഷനാണ് ഇത്. അരീനിയസ് ആണ് ഈ ഇക്വേഷൻ എന്ത് ചെയ്ത് പോസ്റ്റുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്താ പറയുക കാര്യം, അതായത് നല്ല ഡെവലപ്പ് ചെയ്ത് ഈ ഇക്വേഷൻ ഇറക്കിയത് അരീനിയസ് ആണ് അല്ലേ. അപ്പോൾ അരീനിയസിൻ്റെ പേരിലാണ് നമ്മൾ ആ ഇക്വേഷൻ പഠിക്കുന്നത്. അപ്പം K = A e⁻ A e⁻ വ്യക്തമായിട്ട് പഠിച്ചോളണം. A e⁻ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. പലതരത്തിൽ ഇതും ചോദ്യങ്ങൾ വരും, നമ്മൾ നോക്കും ഇപ്പം എന്താണ്. അപ്പോൾ K = A e⁻ ഇതിൽ A എന്ന് പറയുന്നത് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറാണ്. എക്സ്പോണൻഷ്യൽ മുമ്പിലുള്ള ഫാക്ടറാണ്. അതിന് മറ്റൊരു പേരെന്താണ്? ഫ്രീക്വൻസി ഫാക്ടർ അല്ലെങ്കിൽ അരീനിയസ് ഫാക്ടർ എന്ന് പറയും. മറ്റുള്ളത് എന്താണ്? EA ആക്ടിവേഷൻ എനർജി. EA എന്താണ്? ആക്ടിവേഷൻ എനർജി. R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. T എന്താണ്? ടെമ്പറേച്ചർ. ഇനി ആക്ടിവേഷൻ എനർജി എന്താണ് നമ്മൾ വ്യക്തമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നോക്കാം. R is the universal gas constant, T is the absolute temperature. Absolute കെൽവിനുള്ള ടെമ്പറേച്ചറാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ E is the activation energy measured in joule per mole. അപ്പം ആക്ടിവേഷൻ എനർജിയുടെ യൂണിറ്റ് ജൂൾ പെർ മോൾ ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താ സംഭവം ബാക്കി. അപ്പം ഇനി എന്താണ് അതിനകത്ത് നടക്കുന്നുള്ള പറയാം. ഒരു അരീനിയസ് എന്താ പറഞ്ഞത്? അരീനിയസ് പറഞ്ഞു, അക്കോർഡിംഗ് ടു അരീനിയസ്, ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾ തമ്മിലുള്ള കൊളീഷൻ ആണെന്നാണ് അരീനിയസ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു അരീനിയസ്, എ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ് ബൈ ദ കൊളീഷൻ ഓഫ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ്. റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷനാണ്. പക്ഷേ ഓൾ ദ മോളിക്കുലർ കൊളീഷൻസ് ആർ നോട്ട് എഫക്റ്റീവ്. എല്ലാ മോളിക്കുലർ കൊളീഷൻസും എഫക്റ്റീവ് ആവണമെന്നില്ല. റിയാക്റ്റൻ്റ് മോളിക്യൂൾ പലതരത്തിൽ വന്ന് കൊളൈഡിയും അല്ലെ ഇടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കും. പക്ഷേ എല്ലാ ഇടികളും എല്ലാ കൊളീഷൻസിനും നമുക്ക് പ്രോഡക്റ്റ് തരണമെന്നില്ല അല്ലേ. പിന്നെ എങ്ങനെയാ? For effective collision, the colliding molecules should have a minimum kinetic energy called activation energy. അപ്പോൾ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് അത് എഫക്റ്റീവ് കൊളീഷൻ ആവണമെങ്കിൽ, അതായത് അതിൽ നിന്നൊരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഈ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് എന്തുണ്ടാവണം? ഒരു മിനിമം കൈനറ്റിക് എനർജി ഉണ്ടാവണം. ആ മിനിമം കൈനറ്റിക് എനർജിയുടെ പേരെന്താണ്? ആക്ടിവേഷൻ എനർജി. ആ മിനിമം കൈനറ്റിക് എനർജിയുടെ പേര് ആക്ടിവേഷൻ എനർജി എന്നാണ്. അപ്പോൾ ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോഴേ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. അതാണ് അരീനിയസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അരീനിയസ് പറഞ്ഞത് എന്താ? ഫോർ effective collision, the colliding molecules should have a minimum kinetic energy called activation energy. ഇനി അങ്ങനെയുള്ള മിനിമം കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ, when such molecules collide, an unstable intermediate called activated complex is formed. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണല്ലേ. അങ്ങനെയുള്ള മിനിമം കൈനറ്റിക് എനർജി ഉള്ള അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ആണ്. അതായത് മനസ്സിലായോ? അത് ഒരുപാട് നേരം നിലനിൽക്കുന്ന ഒരു സംഗതി അല്ല ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ. അത് അൺസ്റ്റേബിൾ ആണ്. വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് മാറും. ഓക്കെ, ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. സിമ്പിൾ എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് അയഡിൻ ടു ഫോം ഹൈഡ്രജൻ അയഡൈഡ് അല്ലേ. ഹൈഡ്രജനും അയഡിനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ്. സിമ്പിൾ റിയാക്ഷൻ അല്ലേ. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അല്ലേ. ഹൈഡ്രജൻ H2 ആണ്. അയഡിൻ എന്ന് പറഞ്ഞാൽ I2 ആണ്. അപ്പോൾ ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യമായിട്ട് ഈ ഹൈഡ്രജനും അയഡിനും മിനിമം കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി ഉണ്ടാവണം. ഈ ആക്ടിവേഷൻ എനർജി ഉള്ള ഹൈഡ്രജനും അയഡിനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ ഓൾറെഡി ബോണ്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവർ തമ്മിൽ ചെറിയൊരു വേറൊരു ബോണ്ടും കൂടി ഇവിടെ ഇങ്ങനെ ഫോം ചെയ്ത് വരും. അതേ സമയത്ത് ഇവരുടെ തമ്മിലുള്ള ഈ ബോണ്ടും പറയുന്ന പോലെ അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല, ഫ്രജൈലായിരിക്കും. മനസ്സിലായോ? ഈ ബോണ്ടും അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആകെ മൊത്തം ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ലേ. ഇവിടെ നേരത്തെ ഈ രണ്ട് ബോണ്ട് സ്ട്രോങ് ആയിരുന്നല്ലേ. ഇപ്പോൾ നോക്കിയപ്പം ഈ ബോണ്ട് എല്ലാം ഒരുമാതിരി ഒരു വലിയ സ്ട്രെങ്ത് ഇല്ലാത്ത, അതായത് ഫ്രജൈൽ, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന രീതിയിൽ നിൽക്കുകയാണ്. അൺസ്റ്റേബിൾ ആണ് അവർ. ആ അൺസ്റ്റെബിലിറ്റിയിൽ നിന്നും പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇവർ തമ്മിൽ ഈ ബോണ്ട് പതുക്കെ അങ്ങ് ബ്രേക്ക് ചെയ്ത് പോകും. ഈ ബോണ്ട് പതുക്കെ അങ്ങ് ബ്രേക്ക് ചെയ്ത് പോയിട്ട് പിന്നെ എന്താ സംഭവിക്കുക?
ഇവിടെ ഇവരുടെ ബോണ്ട് സ്ട്രോങ് ആവും. ഇവരുടെ ബോണ്ട് എന്താവും? സ്ട്രോങ് ആവും. അപ്പോൾ നേരത്തെ ഒരു ഹൈഡ്രജനും ഒരു അയഡിനും കൂടെ ഉള്ള സമയത്ത് ഇവിടെ 2 ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്തു. മനസ്സിലായോ? അങ്ങനെ ഫോം ചെയ്യണമെങ്കിൽ ഈ ഹൈഡ്രജൻ റിയാക്ടൻ്റ് മോളിക്യൂൾസിന് എന്ത് വേണമെന്നാണ് നമ്മൾ പഠിച്ചത്? ആക്ടിവേഷൻ എനർജി വേണം അല്ലേ? ഒരു മിനിമം കൈനറ്റിക് എനർജി വേണം. ഓക്കെ, അതാണ് അരീനീസ് പറഞ്ഞത്. എല്ലാ കൊളീഷനും ഇഫക്റ്റീവ് അല്ല അല്ലേ? അരീനീസ് പറഞ്ഞത് അങ്ങനെയാണ്. ആദ്യമായിട്ട് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കൊളീഷനും ഒരിക്കലും എഫക്റ്റീവ് അല്ല. എഫക്റ്റീവ് കൊളീഷൻ ആവണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിനൊരു മിനിമം കൈനറ്റിക് എനർജി വേണം. ആ മിനിമം കൈനറ്റിക് എനർജിയെ പറയുന്ന പേരെന്താണ്? ആക്ടിവേഷൻ എനർജി എന്നാണ്. ഓക്കെ, ആക്ടിവേഷൻ എനർജി. ഓക്കെ, അപ്പം ഇനി പ്ലോട്ട് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. ഈ ആക്ടിവേഷൻ എനർജിയുടെ കേസൊക്കെ നമ്മൾ ഇനി പറയാൻ പോകും. എന്താണ്? വലിയ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ. ആദ്യം ഹൈഡ്രജനുണ്ട്, അയഡിനുണ്ട് അല്ലേ? ഈ പ്ലോട്ട് നോക്കിയാൽ മതി. ഹൈഡ്രജനുണ്ട്, അയഡിനുണ്ട്. ഇവർക്ക് സാധാരണ അവർ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവരങ്ങനെ വെറുതെ നിന്നാൽ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അവർക്ക് 2 പേർക്കും ഒരു എനർജി കിട്ടണം. മനസ്സിലായോ? ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഉദാഹരണത്തിന് ഹൈഡ്രജനും അയഡിനും 2 പേരും എനർജി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, H2+I2. പക്ഷേ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്താണ്? ഇവിടെ ഇങ്ങനെ ഒരു എനർജി അവിടെ ഫോം ചെയ്യണം. മനസ്സിലായോ? ഇവിടെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയും താഴെ എന്താണ്? റിയാക്ഷൻ കോഓർഡിനേറ്റ്. അപ്പോൾ അത് റിയാക്ഷൻ്റെ പ്രോഗ്രസ്സിനെയാണ്. റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, ഓരോ സമയം കഴിയുമ്പോഴും റിയാക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറ്റുന്നത്? ഇവിടെ ഹൈഡ്രജനും അയഡിനും ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണം? അവർക്കൊരു പർട്ടിക്കുലർ എനർജി കിട്ടണം. ഈ ആക്ടിവേഷൻ എനർജി, ഈ ഒരു എനർജി അവർക്ക് കിട്ടിയാൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കത്തുള്ളൂ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ അവർ ആക്ടിവേഷൻ എനർജി എടുക്കണം. ആക്ടിവേഷൻ എനർജി എടുക്കുമ്പോൾ പക്ഷേ എന്താ? അവിടെ റിയാക്ഷൻ ഒരു ഹയർ എനർജിയിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. സാധാരണ H2I2 വരുന്ന റിയാക്ഷൻ നടക്കും. അങ്ങനെയാണെങ്കിൽ എത്രയോ ഹൈഡ്രജൻ അയഡിനും കൊണ്ട് ഇവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റെ കണ്ടീഷൻസ് വേണം. ടെമ്പറേച്ചർ കൂട്ടണം. അപ്പോൾ ആ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള മിനിമം കൈനറ്റിക് എനർജിയായ ആക്ടിവേഷൻ എനർജി കിട്ടുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? അപ്പോൾ അവരൊരു റിയാക്ഷൻ അവിടെ നടത്തും. ഇവിടെ ഈ എനർജിയുള്ള ആ പോയിന്റിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഈ എനർജിയിൽ നിൽക്കുന്ന ആളാണ് ഈ സി എന്ന് പറഞ്ഞിട്ടേക്കുന്ന ആൾ. ഇവിടെ എയും ബിയും റിയാക്റ്റൻസ് ആണ്. എയും ബിയും റിയാക്റ്റൻ്റ് അല്ല. എ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ഇവർ 2 പേരും നിൽക്കുകയാണ് വെറുതെ അല്ലേ? കുറച്ച് കഴിയുമ്പോൾ സി എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി. ആ സി എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ എന്താ? ഇവർക്ക് 2 പേർക്കും ആക്ടിവേഷൻ എനർജി കിട്ടി. അപ്പോൾ അവർ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്തു അല്ലേ? നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നടുക്കത്തെ അല്ലേ? ആ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു. പക്ഷെ അധിക നേരം ഇവിടെ തുടരാൻ പറ്റുമോ? ഇതൊരു ഹൈ എനർജി സ്റ്റേറ്റാണ്. ആരും ഒരിക്കലും ഹൈ എനർജി സ്റ്റേറ്റ് തുടരാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? അവർ പെട്ടെന്ന് എനർജി റിലീസ് ചെയ്ത് സ്റ്റേബിൾ ആവാൻ വേണ്ടി നോക്കും. അപ്പം ഇവിടെ പെട്ടെന്ന് എനർജി റിലീസ് ചെയ്ത് സ്റ്റേബിൾ ആവാൻ വേണ്ടി നോക്കി. ഇവിടെ എന്തുണ്ടായി? നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടായി അല്ലേ? ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടായി. മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ റിയാക്റ്റൻറ്റിൻ്റെ എനർജിയേക്കാൾ കുറവാണ് ഈ പ്രോഡക്റ്റിൻ്റെ എനർജി. റിയാക്റ്റൻ്റ് എനർജി ഇത്രയില്ലായിരുന്നോ? പ്രോഡക്റ്റ് എനർജി അതിൽ കുറവല്ലേ? ബേസിക്കലി റിയാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞല്ലോ. പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവർ കൂടുതൽ സ്റ്റേബിൾ ആവാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? കൂടുതൽ സ്റ്റേബിൾ ആകുമ്പോഴാണ് എന്താണ് ചെയ്യുന്നത്? കൂടുതൽ സ്റ്റേബിൾ ആവുമെന്ന് വെച്ചാൽ എന്താ? എനർജി കുറയാന്നല്ലേ അല്ലേ? അപ്പം ആ എനർജി ഗ്യാപ്പിനെയാണ് ഡെൽറ്റ എച്ച് എന്ന റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ? എൻതാൽപ്പി ഓഫ് പ്രോഡക്ട്സ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻസ് അല്ലേ? അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ പറയുന്ന ഡെൽറ്റ എച്ച് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് പൊതുവെ മൊത്തത്തിലൊരു ടിപ്പിക്കലായിട്ടുള്ള ഒരു റിയാക്ഷൻ്റെ കേസാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ? ഈ റിയാക്ഷൻ നമുക്ക് ആദ്യം റിയാക്റ്റൻസ് ഉണ്ട്, അവർ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവുന്നു. മിനിമം കൈനറ്റിക് എനർജിയായ ആക്ടിവേഷൻ എനർജി കിട്ടുമ്പോൾ റിയാക്ഷൻ നടക്കുന്നു, ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. പക്ഷേ അത് അൺസ്റ്റേബിൾ ആണ്. ആ ഇൻ്റർമീഡിയറ്റ് ഉടനെ എന്താവുന്നു? പ്രൊഡക്റ്റായിട്ട് മാറുന്നു. കൂടുതൽ സ്റ്റേബിളായ പ്രൊഡക്റ്റായിട്ട് മാറി. ഇപ്പോൾ ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ റിയാക്ഷൻ നടക്കുന്ന ആക്ടിവേഷൻ എനർജി കിട്ടണം. ഇനി നമ്മൾ പറഞ്ഞത് എന്തുമായിരുന്നു? 10 ഡിഗ്രി, അതായത് ഈ റിയാക്ഷൻ നടക്കുന്ന ഒരു ടെമ്പറേച്ചറിലായിരിക്കുമല്ലോ. ആ ടെമ്പറേച്ചറിൽ നിന്ന് 10 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ ഡബിൾ ആവുമെന്നാണ് പറയുന്നത്. ഇരട്ടി റിയാക്ഷൻ നടക്കും. അതായത് ഇരട്ടി മോളിക്യൂൾസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് മാറുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
കണ്ടോ? എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം 2 ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. എന്തായാലും അതിനകത്ത് നമുക്ക് ഇത് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ റിയാക്ഷൻ മൊത്തമുള്ള റിയാക്ഷനകത്ത് എല്ലാ മോളിക്യൂളിനും എപ്പോഴും ഒരേപോലത്തെ എനർജി ആയിരിക്കത്തില്ല അല്ലേ? എല്ലാ മോളിക്യൂളിനും ഒരുപോലത്തെ എനർജി ആയിരിക്കത്തില്ല. അപ്പോൾ വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ അയൺ ആണെങ്കിൽ എല്ലാ ഹൈഡ്രജനും എല്ലാ അയഡിനും എപ്പോഴും ഒരേപോലത്തെ എനർജി ആയിരിക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് എനർജി കിട്ടുമ്പോൾ ആ മോളിക്യൂൾസ് ആ ഹൈഡ്രജനും ആ അയഡിനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്ത് തരും. ബാക്കിയുള്ള ഹൈഡ്രജൻ അയഡിന് അത്ര എനർജി കിട്ടുന്നില്ല, അവരവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുന്ന ഒരു കർവുണ്ട്. ആ കർവിൻ്റെ പേരാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. അത് പറയുന്നത് എന്താ? ഈ വൈ ആക്സിസ് നിങ്ങൾ നോക്കിയേ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്, എക്സ് ആക്സിസ് നോക്കിയേ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി കൂടുമ്പോൾ എത്രത്തോളം മോളിക്യൂൾസിന് എനർജി ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നോക്കിയ സാധാരണ രീതിയിൽ ഇതിനകത്ത് ഈ ഗ്രാഫിൻ്റെ പീക്ക് എന്ന് പറയുമ്പോൾ ഈ ഭാഗം അല്ലേ, ഈ ഭാഗമാണ് കറസ്പോണ്ട്സ് ടു ദ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജിയാണ് ഇത്രയും മോളിക്യൂൾസിന് ഈ കൈനറ്റിക് എനർജി ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങോട്ട് പോകുന്തോറും നമുക്ക് എനർജി കൂടുന്തോറും മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പം നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമ്മൾ ആക്ടിവേഷൻ എനർജി ഈ ഭാഗത്തെങ്ങാണോ ആയിരിക്കും. അപ്പോൾ ആക്ടിവേഷൻ എനർജിയാണ് അവിടെ എത്തുന്നില്ല, കൂടുതൽ മോളിക്യൂളും കുറഞ്ഞ എനർജിയിൽ നിൽക്കുകയാണെന്നാണ് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഒരു കൈനറ്റിക് എനർജിയിലാണ് കൂടുതൽ മോളിക്യൂൾ നിൽക്കുന്നത്. നമ്മുടെ റിയാക്ഷൻ നടക്കണമെങ്കിൽ മേ ബി കുറച്ചുകൂടെ എനർജി വേണമായിരിക്കാം. അപ്പോൾ കുറച്ച് എനർജി നിൽക്കുകയാണല്ലേ. ദ പീക്ക് ഓഫ് ദി കർവ് കറസ്പോണ്ട് ടു ദ മോസ്റ്റ് പ്രോബബിൾ kinetic energy. It is the maximum അല്ലെങ്കിൽ it is the kinetic energy possessed by maximum fraction of molecules. ഏറ്റവും അധികം മാക്സിമം ഫ്രാക്ഷൻ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസിനുള്ള എനർജിയാണെന്ത് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂട്ടി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതാണ് ടീയുടെ ഗ്രാഫ്, അതായത് ടീ ടെമ്പറേച്ചറുള്ള ഗ്രാഫാണ് ഈ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, 10 ഡിഗ്രി കൂട്ടിയതിന് ശേഷമുള്ള ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, മാക്സ്വെൽ ബോൾട്സ്മാൻ്റെ കർവ് നമ്മളിവിടെ പറഞ്ഞത് എന്താ, ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസിന് ഈ എനർജിയാണ്, ഈ കാണുന്ന എനർജിയാണ് ഉള്ളത്. ചിലപ്പോൾ അത്ര എനർജി മതിയാവില്ലായിരിക്കാം. നമ്മൾ എന്ന് വെച്ചാൽ എന്താ, രണ്ടുപേരും ആക്ടിവേഷൻ എനർജി എത്തണമല്ലോ. ആക്ടിവേഷൻ എനർജി എന്ന് വെച്ചാൽ ഒരു ഉയർന്ന വാല്യൂ ആണല്ലോ. ആ വാല്യൂവിൽ എത്തിയാലേ റിയാക്ഷൻ നടക്കത്തുള്ളൂ. ഇത് നോക്കി, കൂടുതൽ മോളിക്യൂളിന് ഈ ഒരു എനർജി ലെവൽ നിൽക്കുക. ഈ എനർജി മതിയോ റിയാക്ഷൻ നടക്കാൻ? അത് മതിയല്ല, അല്ലെ ആ എനർജി പോരാന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം ഇത്രയും മോളിക്യൂളല്ലേ ഉള്ളൂ ഹയർ എനർജിയിൽ നിൽക്കുന്നത്. അതായത് കൂടുതൽ മോളിക്യൂളും ഈ എനർജിയിൽ നിൽക്കുകയാണ്. ഒരു പക്ഷേ റിയാക്ഷൻ നടക്കാൻ ഇത്ര എനർജി വേണമെന്ന് വിചാരിക്കുക. അപ്പം അവിടെ കുറച്ച് മോളിക്യൂളല്ലേ ഉള്ളൂ അത്ര എനർജി ഉള്ള ആൾക്കാർ. നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതിനെന്താ വ്യത്യാസം വരുന്നത് നോക്കാം. ഇവിടെ ടി അല്ലേ, ടി ടെമ്പറേച്ചറിൽ ഇത്രയും മോളിക്യൂളും ഈ എനർജിയിലാണ് നിൽക്കുന്നത് അല്ലേ. പക്ഷേ നമ്മൾ 10 ഡിഗ്രി കൂട്ടിയപ്പോൾ ശ്രദ്ധിച്ചേ, 10 ഡിഗ്രി കൂട്ടിയപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 10 ഡിഗ്രി കൂട്ടിയപ്പം ഈ കർവ് കുറച്ച് വലത്തോട്ട് മാറി. കണ്ടോ, ഈ കർവ് കുറച്ച് വലത്തോട്ട് മാറി 10 ഡിഗ്രി കൂട്ടിയപ്പം. അതായത് ഹയർ എനർജിയിലേക്ക് കർവ് ഷിഫ്റ്റ് ചെയ്തു. കൂടുതൽ മോളിക്യൂൾസ് ഹയർ എനർജിയിലേക്ക് വന്നു അല്ലേ. കൂടുതൽ മോളിക്യൂൾസ് ആക്ടിവേഷൻ എനർജിയിലേക്ക് വന്നു. അതാണ്, കൂടുതൽ മോളിക്യൂള് ഹയർ എനർജിയിലേക്ക് വന്നു. അപ്പോൾ ഇവിടുത്തെ എനർജി ഓഫ് ആക്ടിവേഷൻ കാണിച്ചേക്കുന്നത് കണ്ടോ, ഇവിടെ കണ്ടോ കറക്റ്റായിട്ട് എനർജി ഓഫ് ആക്ടിവേഷൻ ഇവിടെ നോക്കിയേ. ആദ്യത്തെ രീതി അനുസരിച്ചാണെങ്കിൽ ഇത്രയും മോളിക്യൂളും ഈ കുറഞ്ഞ എനർജി നിൽക്കും, ഇത്രയും മോളിക്യൂളും. പക്ഷെ നമ്മൾ 10 ഡിഗ്രി കൂട്ടിയപ്പം ഇത് കുറച്ച് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലേ. അതായത് കുറച്ച് മോളിക്യൂളും കൂടെ എനർജി കൂടി വന്നു. ഇവിടെ നോക്കിക്കേ, ഈ താഴെ നോക്കിക്കേ, ഈ കണ്ട സംഗതി ഉണ്ടോ, ഈ കറുത്ത ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തേക്കുന്നത്, ഇതാണ് ദിസ് ഏരിയ ഷോസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് റിയാക്ടിങ് അറ്റ് ടി. അതായത് ടെമ്പറേച്ചർ ടി ആയിരുന്നപ്പം ഇത്രയും മോളിക്യൂൾസ് ആയിരുന്നു റിയാക്ട് ചെയ്തല്ലേ. ഈ ആക്ടിവേഷൻ എനർജി, അതായത് ഈ ഒരു എനർജി വരെ എത്തണ്ടേ മോളിക്യൂൾസ് അല്ലേ, എന്നല്ലേ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെമ്പറേച്ചർ ടി ആയിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നാണ്ട് ഇത്രയും മോളിക്യൂൾസ് ആയിരുന്നു, ഈ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്ന ഇത്രയും മോളിക്യൂളായിരുന്നു. പക്ഷേ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ 10 ഡിഗ്രി കൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്, ഗ്രാഫിൻ്റെ പീക്ക് വലത്തോട്ട് മാറി, അതുപോലെ കർവ് സ്പ്രെഡ് ടു റൈറ്റ് അല്ലേ. കർവ് കുറച്ചുകൂടെ വലത്തോട്ട് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ എന്താ, ഇവിടെ ഇത്രയും മോളിക്യൂൾസും കൂടെ അതിനകത്ത് കയറി വന്ന്, കണ്ടോ, അത്രയും മോളിക്യൂൾസും കൂടെ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും.
അത്രയും മോളിക്യൂൾസിനും കൂടെ ഉണ്ട് ആക്ടിവേഷൻ എനർജി. അപ്പോൾ കൂടുതൽ മോളിക്യൂൾസ് ആക്ടിവേഷൻ എനർജി കടന്നു അല്ലേ? കൂടുതൽ മോളിക്യൂൾസ് ആക്ടിവേഷൻ എനർജി കടന്നാൽ അത്രയും മോളിക്യൂളും റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവും അല്ലേ? നേരത്തെ കുറച്ച് 10 മോളിക്യൂൾ തരുവാണെങ്കിൽ ഇപ്പോൾ 20 മോളിക്യൂൾ പ്രോഡക്റ്റ് തരും. അങ്ങനെയാണ് റിയാക്ഷൻ ഡബിൾ ആവുന്നത്. അപ്പോൾ അരീനീസ് അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? റിയാക്ഷൻ ഡബിൾ ആവുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ ഡബിളായി. മനസ്സിലായ എങ്ങനെയാണെന്ന് ഇനി ഞാൻ വായിക്കാം. എന്താണ്? പീക്ക് ഓഫ് ദി കർവ് കറസ്പോണ്ട്സ് ടു ദ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. ഇറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. ഇനി പറയുന്നത് എന്താണ്? വെൻ ദ ടെമ്പറേച്ചർ ഈസ് റൈസ്ഡ്, maximum of the curve moves to the higher energy. Maximum of the curve moves to higher energy and the curve spreads to right. Curve spreads to right. Curve spreads to right. അല്ലേ? വലത്തോട്ട് പോയി. That is the fraction of molecules with activation energy increases. Almost doubled ആണ് അല്ലേ? Almost 2 ഇരട്ടിയായി. അപ്പം at normal temperature, the fraction of molecules having energy equal to or greater than activation energy is low. But as the temperature increases, this fraction increases and hence the rate of reaction also increases. മനസ്സിലായോ? എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലായോ? ഇവിടെ നമ്മൾ സാധാരണ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത്രയും മോളിക്യൂൾ ഈ എനർജി നിൽക്കുകയായിരുന്നല്ലേ? T ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത്രയും മോളിക്യൂളും ഈ എനർജി നിൽക്കുക. പക്ഷേ 10 ഡിഗ്രി കൂട്ടിയപ്പം അത് ആ പീക്ക് കുറച്ച് വലത്തോട്ട് മാറിയെന്ന് മാത്രമല്ല, ഈ ഗ്രാഫ് വലത്തോട്ട് സ്പ്രെഡ് ചെയ്തു. കൂടുതൽ മോളിക്യൂൾസ് കൂടുതൽ എനർജിയിലേക്ക് വന്നു. അപ്പോൾ കൂടുതൽ മോളിക്യൂൾസ് ആക്ടിവേഷൻ എനർജി കടന്നു വന്നു അല്ലേ? ഇവിടെ ആക്ടിവേഷൻ എനർജി, ഇത് ആക്ടിവേഷൻ എനർജിയാണ്. ആദ്യത്തെ കേസിൽ ഇത്രയും മോളിക്യൂൾ ഉള്ളായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും മോളിക്യൂൾ കടന്നു വന്നു അല്ലേ? അപ്പോൾ കൂടുതൽ മോളിക്യൂൾസ് ആക്ടിവേഷൻ എനർജി കടന്നു, കൂടുതൽ മോളിക്യൂൾസ് റിയാക്ട് ചെയ്ത് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടായി. ഓൾമോസ്റ്റ് ഡബിൾ. 10 ഡിഗ്രി കൂട്ടുമ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തിയറി. മനസ്സിലായി? ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ വരുന്നത് K ഈക്വൽ ടു, ഇക്വേഷൻ എങ്ങനെയായിരുന്നു? K ഈക്വൽ ടു A e raised to minus EA by RT. നമ്മൾ ഇതിനകത്ത് ലോഗരിതം അപ്ലൈ ചെയ്ത് എന്ത് പറ്റുമെന്ന് അറിയാമോ? ലോഗരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ln K ഈക്വൽ ടു ലോഗ് എങ്ങനെയാ? ഇത് 2 ടേം അല്ലേ ഇത് രണ്ടും അല്ലേ? ലോഗ് A ഇൻറ്റു ലോഗ് ബി എന്താ? ലോഗ് A ഇൻറ്റു ബി എന്താ? ലോഗ് A പ്ലസ് ലോഗ് ബി ആണോ? ലോഗ് എ ബി എന്താ? ലോഗ് എ പ്ലസ് ലോഗ് ബി ആണല്ലോ അല്ലേ? ലോഗ് എ പ്ലസ് ലോഗ് ബി അല്ലേ? അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ ln എ പ്ലസ് ഇ എ ബൈ ആർ ടി മൈനസ് എ ബൈ ആർ ടി. അതായത് ലോഗും അല്ലെങ്കിൽ ലോൺ, ഈ ലോൺ എന്ന് വെച്ചാൽ എന്താ? നാച്ചുറൽ ലോഗരിതമാണ്. ലോഗം എന്ന് വെച്ചാൽ ലോഗരിത ബേസ്ഡ് ആണ്. നിങ്ങൾ പഠിച്ചു കാണാം മാത്സിന് അതല്ലേ? അപ്പം ഇവിടെ നമുക്ക് ln എ ബി ഈക്വൽ ടു ln എ പ്ലസ് ln ബി എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല അല്ലേ? അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ലോൺ ഇ റേസ് ടു മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് എ തന്നെയാണ്. കാരണം ലോണും ഇയും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഇവിടെ അനുസരിച്ചാണ് പോയത് അല്ലേ? ലോൺ എ മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് കിട്ടി. ലോൺ കെ ഈക്വൽ ടു ലോൺ എ മൈനസ് ഇ എ ബൈ ആർ ടി. സെറ്റാണോ? മനസ്സിലായോ എന്താന്ന്? അത് തന്നെയല്ലേ ഇവിടെ എഴുതിയേക്കുന്നത് അല്ലേ? ഇൻ ദ അരീനസ് ഇക്വേഷൻ ദ ഫാക്ടർ ഇ to the power minus EA by corresponds to the fraction of molecules that have kinetic energy greater than EA. പോയിന്റാ അല്ലേ? എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് അരീനസ് ഇക്വേഷൻ അനുസരിച്ച് ഈ ഫാക്ടർ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറഞ്ഞ ആ ഫാക്ടർ എന്തിന് കറസ്പോണ്ട് ചെയ്യാണ്? ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതൽ എനർജി ഉള്ള മോളിക്യൂൾസിന്റെ ഫ്രാക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ലോഗരിതം ഇക്വേഷൻ ആക്കിയപ്പോഴത്തേക്ക് എന്തായി? ln k ഈക്വൽ ടു മൈനസ് ഇ എ ബൈ ആർ ടി പ്ലസ് ln എ എന്നുള്ള ഇക്വേഷൻ നമുക്കവിടെ കിട്ടി. ഈ ഇക്വേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ തത്തുല്യമല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എങ്ങനെയാണ് പറയുന്നത്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അതിൻ്റെ എം സ്ലോപ്പ് ആണെന്നും സി ഇൻ്റർപ്രറ്റ് ആണെന്ന്, വൈ ഇൻ്റർപ്രറ്റ് ആണെന്നും ഇൻ്റർസെപ്റ്റ് ആണെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? സ്ലോപ്പ് എം സ്ലോപ്പ് ആണെന്നും സി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇൻ്റർസെപ്റ്റ് ആണെന്നും അറിയാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള പോലെ വന്നില്ലേ? അപ്പോൾ ഇവിടുത്തെ വൈ ഇൻ്റർസെപ്റ്റ് ഏതാ? ln എ. ഇവിടുത്തെ സ്ലോപ്പ് ഏതാ? മൈനസ് എ ബൈ ആർ. നമ്മൾ ഗ്രാഫ് വരച്ചത് ആരൊക്കെ തമ്മിലായിരുന്നു? ln കെയും വേഴ്സസ് 1/t. അതാണ്
1/tയും ln kയും തമ്മിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? -a/r. ആദ്യം എന്തായിരിക്കും സംഗതി? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് -a/r ആൻഡ് y ഇന്റർസെപ്റ്റ് ln a. മനസ്സിലായോ? അതാണ് നമ്മളിവിടെ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അരീനീസ് ഇക്വേഷൻ്റെ ലോഗരിതമിക് ഫോമാണ് ഈ കാണുന്നത്. സ്ട്രെയിറ്റ് ലൈനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതിനെ. ഇനി നമ്മൾ തിയറി പഠിച്ചല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ ഡബിൾ ആവുമെന്ന്. ഇനി എങ്ങനെ അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമ്മൾ എന്താ കാണുന്നത് ഇവിടെ? നമുക്കിവിടെ എന്തുണ്ട്? കൺസിഡർ എ റിയാക്ഷൻ, റിയാക്റ്റൻറ്റ് ഗിവ്സ് പ്രോഡക്റ്റ്, സിമ്പിൾ റിയാക്ഷനാണ്, റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റ് തരുന്നു. അപ്പോൾ ഈ K1 is the rate constant of the reaction at temperature T1. K1 എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. എന്തിൻ്റെ? റിയാക്ഷൻ ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടന്നപ്പോഴുള്ള റേറ്റ് കോൺസ്റ്റന്റ് K1ഉം T2 ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടന്നപ്പോഴുള്ള റേറ്റ് കോൺസ്റ്റന്റ് K2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അരീനീസ് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം K = A e⁻ ആയിരുന്നല്ലേ? ലോഗരിതമിക് ഫോം എങ്ങനെയായിരുന്നു? അരീനീസ് ഇക്വേഷൻ ലോഗരിതമിക് ഫോം എങ്ങനെയായിരുന്നു? ln k = -EA/RT പ്ലസ് ln a. ഇങ്ങനെയായിരുന്നു അല്ലേ? ഇത് K1 ആവുമ്പോൾ എങ്ങനെ വരും? ln k ഫസ്റ്റ് റിയാക്ഷൻ്റെ K1 T1 ആയിരിക്കും അല്ലേ? ln a കോൺസ്റ്റന്റ് അല്ലേ എല്ലായിടത്തും? ആക്ടിവേഷൻ എനർജി മാറുന്നില്ലല്ലോ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിനും ചേഞ്ച് വരുന്നില്ല. അപ്പോൾ അതൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഇനി ടെമ്പറേച്ചർ T2 ആവുമ്പോഴെന്താ? ln K2 = -EA/RT2 പ്ലസ് ln a. റെഡിയാണോ? രണ്ട് ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറച്ചാൽ എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറച്ചാൽ എന്താ നിങ്ങൾക്ക് കിട്ടുക? ഇവിടെ എന്താ എഴുതുക? ln K2 മൈനസ് ln K1 = ഇത് ഫുൾ ടൈം ആണല്ലേ, -EA/RT2 പ്ലസ് ln a മൈനസ് -EA/RT1 പ്ലസ് ln a. റെഡിയാണോ? കാണാൻ പറ്റുന്നുണ്ടോ? റെഡിയാണോ? ഒന്നുകൂടെ ഇപ്പുറത്തോടെ എഴുതണോ? എഴുതാം. -EA/RT2 പ്ലസ് ln a മൈനസ് EA EA/RT1 പ്ലസ് ln a. ഇങ്ങനെയല്ലേ കിട്ടുന്നത് അല്ലേ? നമ്മൾ ഈ ഇക്വേഷൻ മൈനസ് ചെയ്ത് എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? ഇപ്പം ഇവിടെ നോക്കിയേ, ലോഗ് അല്ലെങ്കിൽ ലോൺ K2 മൈനസ് ലോൺ K1. ലോഗ് അല്ലെങ്കിൽ ലോൺ എ മൈനസ് ലോൺ ബി എങ്ങനെ എഴുതുന്നത്? ലോൺ എ മൈനസ് ലോൺ ബി = ലോൺ a/b ആണോ? അപ്പോൾ ഇവിടെ എന്താ എഴുതാൻ പറ്റും? ലോൺ K2/K1 എന്ന് എഴുതാൻ പറ്റുമോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈക്വൽ ടു, ഇനി എങ്ങനെയാ? ഇവിടെ മൈനസും പ്ലസ് ആവത്തില്ലേ? അപ്പോൾ എന്തായി? മൈനസും പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും. അത് നമ്മൾ ഇല്ലേ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. -1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന ആ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? നമുക്ക് എന്നിട്ട് EA/RT2 അല്ലെങ്കിൽ EA/Rനെ കോമൺ എടുക്കാൻ പറ്റത്തില്ലേ ഇവിടുന്ന്? ഇല്ലേ, EA/Rനെ കോമൺ എടുക്കാൻ പറ്റത്തില്ലേ? ഫൈനലി എന്ത് കിട്ടും? EA/R ഇൻറ്റു 1/T1 മൈനസ് 1/T2. ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. കണ്ടോ അല്ലേ? -EA ഇത് +EA ആവും, RT2 - T1, ln a ക്യാൻസൽ ആയി പോകും, ബാക്കി ഇത്രേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ln K2/K1 = EA/R ഇൻറ്റു 1/T1 മൈനസ് 1/T2.
ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1/T2 ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിതിനെ നമ്മുടെ സാധാരണ ഇത് നാച്ചുറൽ ലോഗരിതമാണ് കിടക്കുന്നത് ln അല്ലേ? അതിന് നമ്മുടെ 10 log to the base 10 അതാക്കണമെങ്കിൽ എന്താ ചെയ്യുക? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ നമ്മൾ ചെയ്യുക? അപ്പോൾ എന്തായി? 2.303 log K2/K1 ഈക്വൽ ടു EA/R 1/T1 മൈനസ് 1/T2 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ട എന്താ? ലോഗ് K2/K1 ഈക്വൽ ടു EA/2.303R 1/T1 മൈനസ് 1/T2. ഇതാണ് എന്ത്? രണ്ട് ഡിഫറെൻ്റ് ടെമ്പറേച്ചർ റിയാക്ഷൻ നടക്കുമ്പോൾ കിട്ടുന്ന രണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോയുടെ ഇക്വേഷൻ. കണ്ടോ? ലോഗ് K2/K1 ഈക്വൽ ടു EA/2.303R 1/T1 മൈനസ് 1/T2. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി പറഞ്ഞത് എന്താ? ഇങ്ങനെ ഈ T2 എന്ന് പറയുന്നത് T1-നേക്കാൾ 10 ഡിഗ്രി കൂടുതലാണെങ്കിൽ നമ്മുടെ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡബിൾ ആവുമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലം സോൾവിങ് സെഷൻ എത്തുമ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ വർത്ത് വാച്ചിങ് ആണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ട്യൂട്ടേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.